കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 ബി.എഡ് അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഇനിയുള്ള സാധ്യതകളാണ് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. ആദ്യം തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളോട് നിർബന്ധമായിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, എനിക്ക് ആ ഓപ്ഷൻ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ മാൻഡേറ്ററി ഫീ അടച്ചാൽ പോരെ എന്നുള്ളത്. നിങ്ങൾ മാൻഡേറ്ററി ഫീ അടച്ചാൽ മാത്രം പോരാ, നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. ഈ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്തിട്ട് വീണ്ടും അലോട്ട്മെന്റിലേക്ക് വരാം. പക്ഷേ ബി.എഡ് ആണ് വളരെ കുറഞ്ഞ സീറ്റുള്ളൂ. ആദ്യം മനസ്സിലാക്കാം, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്ത് അടുത്ത റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എവിടെയും കിട്ടാതിരിക്കാം. അതിന് കാരണമെന്ന് പറയുന്നത്, ഇപ്പോൾ പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റിന്റെ മുന്നോടിയായിട്ട് ഇപ്പോഴത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ആ കോളേജിൽ ഒരു സീറ്റ് വേക്കൻ്റ് ആണ് വരിക. ആ സീറ്റ് വേക്കൻറ്റിക്കാണ് പിന്നീട് റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള അഡ്മിഷൻ നടക്കാം. അപ്പോൾ നിങ്ങളെക്കാട്ടി മാർക്ക് കിട്ടിയ കുട്ടി ഈ കോളേജിലേക്ക് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്കാണ് ഓപ്ഷൻ കിട്ടുക. വളരെ കുറഞ്ഞ സീറ്റ് മാത്രമേ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ മൊത്തമായിട്ട് ഉണ്ടാവുള്ളൂ. ഒരു കോളേജിൽ എന്നല്ല പറയാം, മൊത്തമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ വളരെ കുറഞ്ഞ സീറ്റ് ഉണ്ടാവുള്ളൂ. അതിന് കാരണം ഇത് ബി.എഡ് ആണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത് ബി.എഡ് ആണ്. ബി.എഡിന് വളരെ കുറഞ്ഞ സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി വിദ്യാർത്ഥികൾക്ക് 13-ാം തീയതി മുതൽ 15-ാം തീയതി വരെ എഡിറ്റിംഗ് ചെയ്യാനും, അതുപോലെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. എഡിറ്റിംഗ് സമയത്ത് എല്ലാവിധ എഡിറ്റിങ്ങും ചെയ്യാവുന്നതാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. അതിനുശേഷം വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് നിന്നായിരിക്കും പിന്നീട് ഒഴിവ് വരുന്ന വളരെ കുറഞ്ഞ സീറ്റിലേക്കുള്ള അഡ്മിഷൻ നടക്കുക. പല യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളൊക്കെ എവിടേക്ക് എത്തും? ആ സമയത്ത് ലേറ്റ് റിസർവേഷനിൽ ഇവിടേക്ക് എത്തും. അതോടുകൂടി വീണ്ടും ടൈറ്റാണ് ആകുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഈ കാര്യം ഞാൻ കഴിഞ്ഞ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. പല വിദ്യാർത്ഥികളും 60% വിദ്യാർത്ഥികൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, എനിക്ക് സെൽഫ് ഫിനാൻസിങ് എങ്കിലും കിട്ടുമോ എന്നുള്ളത്. 80% മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് പോലും സെക്കൻഡ് അലോട്ട്മെന്റിൽ പല കോളേജിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അതാണ് ഇതിൻ്റെ ബി.എഡിൻ്റെ അവസ്ഥ. അത് മുൻപേ പല വിദ്യാർത്ഥികളും ഞാൻ മുൻപേ പറയാറുള്ളതാണ്, ബി.എഡ് ടൈറ്റാണ് എന്നുള്ളത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എഡിറ്റിംഗ് ചെയ്യാനുള്ളവർ എഡിറ്റിംഗ് ചെയ്യുക. ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് സീറ്റ് കിട്ടാത്തവർക്കൊക്കെ സീറ്റ് കിട്ടാനുള്ള ഒരു അവസരം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.